ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാല്ലേ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പം നമ്മൾ കുക്കർ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് എണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുഞ്ഞായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പിന്നെ പച്ചമുളകും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കായ്ച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് കാഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതാ 2-3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. പൊടികളിട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് കാഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ ഒരു ഓപ്ഷൻ മാത്രമാണ് കേട്ടോ, കുറച്ച് മട്ടറും പിന്നെ കൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതാ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണ്. ഇതൊക്കെ ഇതിനകത്തോട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴുകിയ ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതാ ഇത് തിളപ്പിച്ച വെള്ളമാണ്, ചൂടുവെള്ളം കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഒട്ടും തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കണം. എന്നിട്ട് ഫുൾ വിസിൽ പോയിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് 4 വിസിലടിച്ചിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയ ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് കുക്കറിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല തിക്കായിട്ടുള്ള കറിയാണ്, നല്ല ഗ്രേവിയോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. നേരത്തെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി ഇതാ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.